നമുക്ക് രാവിലെ ഫ്രൂട്ട്സ് ഉണ്ട്. സ്പ്രൗട്ടഡ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ചൂടായതുണ്ട്, ടൊമാറ്റോ ഒക്കെ ഉണ്ട്. ചേട്ടൻ നമ്മൾ ചൂടാക്കുകയാണ് സംഭവങ്ങൾ. ബേക്ക്ഡ് ബീൻസ് ഒക്കെ ഉണ്ട്. ഓട്സ് വിത്ത് ഹോട്ട് മിൽക്ക് എല്ലാം നല്ല ചൂടോടെയാണ് വെച്ചിരിക്കുന്നത് ഇവർ. ചോലയുണ്ട്. ചോല കഴിക്കാം. ചോലയുടെ ഇവിടുത്തെ സ്വാദ് സൂപ്പറാണ്. കഴിഞ്ഞ തവണത്തെ ഞാൻ നല്ലതെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞ് കൊള്ളിയിരുന്നു. ഈ സൈഡിലുണ്ട് സാമ്പാറും ബ്രെഡും കേക്കും എല്ലാം ഉണ്ട്. ബോയിൽഡ് എഗ്സ്, മുട്ട വീട്ടവർക്ക് മുട്ട കഴിക്കാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലമുണ്ട്. ചെറിയൊരു അമ്പലമാണ്. പക്ഷേ രാവിലെ ആൻറ്റിമാരെല്ലാവരും കൂടി വന്ന് പൂജയൊക്കെ ചെയ്യണം. നല്ല ഒച്ചയൊക്കെ കേൾക്കാം. ബെല്ലൊക്കെ അടിച്ച് നല്ലൊരു നാദമാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് കഴിച്ചു തുടങ്ങാം അല്ലേ. രാവിലെ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് തുടങ്ങുകയാണ്. പിന്നെ മീനാമ്പൂ സീരിയൽസ് അതെടുത്തോട്ടോ. ഇവിടെ എല്ലായിടത്തും പപ്പായയും ഇതൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ സ്പ്രൗട്ടഡും ഉണ്ട്. തിരിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ടോ നോക്കിയാൽ മസാല ഇത് തന്നെയാണ്. ഇതിന് സോസൊന്നും വേണ്ട. സോസൊന്നും വേണ്ടേ? അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ബട്ടൂറ ഞങ്ങൾ കൈയടക്കി. ബജി ഇഡലി ഒരിടത്തും കൂടെയില്ല. ഇഡലി ഉണ്ടാക്കാൻ ഒരിടത്തും വന്ന് ഇഡലി ഉണ്ടാക്കില്ല. അതാണ് തപേക്ഷ നമ്മുടെ അടുത്ത് ഇഡലി എങ്ങനെ ഉണ്ടാക്കാം. നല്ല ഇവിടെ ഇഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഹിറ്റാവും. ഇവിടെ ഇഡലി ഒരിടത്തും നല്ലതല്ല. അങ്ങനെ ഒരു മാത്രം പഠിക്കാൻ പറ്റാത്ത തന്നെ ഒരാഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇഡലി വെക്കണമുണ്ട്. അത് നമ്മൾ ഇഡലി വെക്കണം. അതുകൊണ്ട് ഇഡലി വെക്കണം. അല്ലെങ്കിൽ ഇഡലിയുടെ ആവശ്യം വന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ താഴോട്ടൊരു കോഫി ലോഞ്ചും ഉണ്ട്. കാണിക്കാം. റെസ്റ്റോറൻ്റാണ്. സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി ഒരു പൂൾ ടേബിളും അത്യാവശ്യം ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നോക്കാം. അതൊരു കാപ്പിയൊക്കെ കുടിക്കാം. നമ്മളിങ്ങനെ ജോധ്പൂർ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. ഭവാനി സിംഗ് നമുക്ക് ജോധ്പൂരിനെ പറ്റിയും പ്രത്യേകതകളെ പറ്റിയും നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെ വിശദമായിട്ട് സംസാരിക്കും. നമ്മൾ മെഹ്റാൻഗർ ഫോർട്ട് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫോർട്ട് കണ്ടിട്ട്? ഫോട്ടോ എന്ത് പറയാൻ, അടിപൊളി. ഇങ്ങനെ തന്നെയാണ്. ഫോട്ടോയിലെ കണ്ടില്ലേ? നീ എടുത്തില്ലേ? ഫോട്ടോ എടുത്തില്ലേ? ഫോട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ? എത്ര വർഷം മുമ്പുള്ള ഇത്? സൂപ്പർ. കാണാനുണ്ട്. അകത്ത് കയറിയിട്ട് കാണാം. നമ്മൾ നടന്നു പോവാണ്. അടിപൊളി ഫോർട്ടാണ്. നല്ല രസം. എന്തോ ഒന്നും തരില്ല. ഇതൊക്കെ എവിടെയെങ്കിലും എൻ്റെ വ്ളോഗ് അയച്ചു കൊടുക്കുക. കൊളീഗ്സൊക്കെ അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നടക്കാനൊക്കെ പാടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് എടുക്കാം. 1 way ₹50 ആണ്. അപ്പോൾ അതാകുമ്പോൾ മോള് വരെ എത്താം. അത്യാവശ്യം എല്ലാ ഫോർട്ടിലും സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങളുടെ വാലിഡ് ID പ്രൂഫ് അല്ല അതിൻ്റെ ഫോട്ടോ കാണിച്ചാലും മതി. പാൻ കാർഡ്, ആധാർ കാർഡ്. നല്ലൊരു കോട്ട് കണ്ടു. ക്യാമൽ ദ നാച്ചുറൽ എസറ്റിക്. നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ജോധ്പൂരിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുമ്പോൾ പോയി ചാകടാന്ന് പറയില്ല. അതിനുപകരം എന്താ പറയണമേ, പോയി പുനർജനിക്കടാന്നേ പറയും. അപ്പോൾ വളരെ സ്വീറ്റായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയുള്ളൂ.
അങ്ങനെ ഇല്ല, അവർക്ക് അങ്ങനെ വാക്കുകളില്ല. അങ്ങനെ ചീത്ത വാക്കുകൾ അവർ ഉപയോഗിക്കുകയില്ല. അവർക്ക് അവർ എത്ര വഴക്കുണ്ടാക്കിയാലും ഇവിടെയാണ്, ജോധ്പൂരിലാണ്, മറ്റു സ്ഥലത്തൊന്നും പറഞ്ഞില്ല ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ലെന്ന്. പിന്നെ മാർവാടികൾ ഇവിടെയാണ് കൂടുതലെന്നാണ് പറഞ്ഞത്. മാർവാടികൾ ഞാനും മാർവാടികളെന്ന് മനസ്സിലാക്കിയിരുന്നത് മഹാരാഷ്ട്രീയൻസാണ്, പക്ഷെ അല്ല. ഭയങ്കര ബിസിനസ്സിൽ അവർ ഭയങ്കര മിടുക്കരാണ്. ഇല്ല, പക്ഷെ അവർ ഏറ്റവും പറഞ്ഞു കേട്ടോ, അവർ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളെ ഉപയോഗിക്കും. അവരുടെ മാർവാടികളുടെ കടകളാണ് അവരാണ്. വലിയ പഠിത്തമൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് അതിന് അപ്പുറത്തോട്ട് കടന്നില്ല. ഇവിടെ നൈസായിട്ട് ലിഫ്റ്റിന് മുന്നേ മാറിക്കുക, അല്ലെ നല്ല പിജൻ ഷിറ്റ് കിട്ടും നിങ്ങൾക്ക്. ഇതാണ് 2 ടൈപ്പ് സ്റ്റോൺ കൂട്ടിമുട്ടുന്ന സ്ഥലം അല്ലേ. പണ്ടത്തെ വോൾക്കാനായിരിക്കും അല്ലേ. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാം. നേരത്തെ റിസർവ് ചെയ്യണം തോന്നുന്നു. ഡെസേർട്ട് റോക്ക് പാർക്കുണ്ട്, വേറെ കുറച്ച് കാണാൻ പോയ സ്ഥലങ്ങളാണ്. ഇതൊക്കെയുണ്ട് കൾച്ചറൽ ഇവൻറ്റ്, സ്പെഷ്യൽ എക്സിബിഷൻ, റെസ്റ്റോറൻറ്റ്സ്, മ്യൂസിയം, ഷോപ്സ് ഇതൊക്കെ ഉണ്ട്. അല്ല, ഓരോ നിലയും നല്ല രസം. ലിഫ്റ്റ് എടുക്കുക, ലിഫ്റ്റ് എടുത്താൽ പെട്ടെന്ന് മുകളിലെത്താം ഫ്രണ്ട്സ്, അല്ലേ പണി കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ വീൽ. ഇവിടെ നിന്ന് നമുക്ക് വെള്ളം വലിക്കാൻ വേണ്ടി വന്നുണ്ട്. പൂവാല പൂവാറ്റം ചെല്ലാൻ വാ. ഇവിടെ വന്നുണ്ട് ആശാൻ. സുഖമാണോ ആശാനെ? ഇത് ഭക്ഷണം, നമ്മൾ ഭക്ഷണം കൊടുത്ത് ഇത് കഴിക്കുമെന്ന് തോന്നണ് കണ്ട. അത് ബോട്ട് ടൂർ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. ഒന്ന് പിങ്ക് കളറിലാണ്, ഒന്ന് വൈറ്റ് അല്ലേ. കൊള്ളാം അല്ലേ. രാജാക്കന്മാരെ കോറോണേഷൻ ചെയ്യണ കസേരയാണ്. അത് കഴിഞ്ഞ് 2 ഗാലറി ഉണ്ട്. ഗാലറിയൊക്കെ കയറി നമുക്ക് കാണാം. ചേട്ടൻ ഇവിടെ ഒക്കെ വലിച്ച് ഇവിടെ പൊളിച്ചിരിപ്പുണ്ടല്ലോ. ഹായ്, തഗ് ലൈഫ്. ഹൗഡ എലിഫന്റിന്റെ മോളിൽ വെക്കണം. ഫ്രണ്ടിൽ കിങ് ഇരിക്കും, പുറകിൽ ബോഡി ഗാർഡ്. വെക്കണ രീതി എഴുതിയിട്ടുണ്ട്. പല പല ടൈപ്പ് എലിഫന്റ് ഹൗഡകളാണ്. ഇത് ഗ്ലാസ് വർക്ക് ഉണ്ടല്ലോ ഇതിൽ. പല ടൈപ്പാണ്. ലയണിൻ്റെ വർക്കുള്ള അന്നൊക്കെ നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനായിട്ടായിരുന്നായിരിക്കും. പുറകിൽ ബോഡി ഗാർഡും ഫ്രണ്ടിൽ ചെറിയ ബോഡി ഗാർഡ്. പല പല ടൈപ്പ് പല്ലക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടഞ്ഞിരിക്കുന്നത് ലേഡീസിനും തുറന്നിരിക്കുന്നത് ജെൻസിനും ആണെന്നാണ് പറഞ്ഞത്. അടഞ്ഞിരിക്കണം. അതെ അതെ. ഐശ്വര്യ റായിയുടെ സിനിമകളിൽ ഐശ്വര്യ റായ് വരും. ഇത് ഒരു പല്ലക്ക. എൻ്റെ തന്നെ കണ്ടോ, ഒരു താറാവാണോ ഡ്രാഗണാണോ?
സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോഡൊക്കെ നമ്മുടെ ഹിന്ദു എംപറേഴ്സിൻ്റെയും ടിൽറ്റഡ് ആയിട്ടുള്ളത് മുഗൾസിൻ്റെ അന്നാണ്. വലിയൊരു തോക്കാണിത്. ബോറും അലിഗേറ്ററിന്റെയും ഒരുമിച്ചുള്ള ബോഡിയുള്ള ക്യാനൻ. ഇപ്പോൾ ഗാലറിയിലൊക്കെ വളരെ ചെറിയ പെയിന്റിംഗ് ആണ്. അതായത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ വളരെ ഇൻട്രിക്കേറ്റ് ഡിസൈൻ ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ ക്യാമറയുടെ ഒക്കെ അത്ര കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹൈ എൻഡ് ക്യാമറ കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. വലിയൊരു പെയിന്റിങ്. ബഹളമാണ്. ഇന്ന് പുറത്ത് കുറെ ആൾക്കാർ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഗാലറി കാലമായി തുടങ്ങി. ാണ് ഇവിടെ താഴെ ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ പഴയ സീലിംഗ് ആണ്. അത് പൊളിഞ്ഞ് താഴെ വന്നപ്പോൾ അവർ താഴെ വെച്ച് എന്നിട്ട് പുതിയത് അവർ കൺസ്ട്രക്ട് ചെയ്തു. നല്ല രസമുണ്ട് കാണാൻ. പണ്ട് ഇങ്ങനെയായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സീലിംഗ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടല്ലേ ചെയ്യണം. ഇത് അന്നത്തെ രാജാക്കന്മാർ ഇതുപോലെയായിരുന്നു അവർ സീലിംഗ് ചെയ്ത്. എന്നിട്ട് അത് പൈസ അവരെന്തിനാ വിൽക്കണം? അത് വെറുതെ ഇവരുണ്ടാക്കിയതായിരിക്കും. എന്തിനാ വിൽക്കണം? ഒരു ഗൈഡുമാരിങ്ങനെ അവർക്ക് തോന്നണത് പറയും. പൈസ ഇല്ലാത്തപ്പോഴത്തേക്ക് അത് വിറ്റ് പൈസ ഉണ്ടാക്കാം. രാജാക്കന്മാർക്ക് അത് വിൽക്കേണ്ട ആവശ്യമുണ്ടോ? പാവപ്പെട്ടവരാണോ? പാവപ്പെട്ട കോടീശ്വരന്മാരതെ. പവറുള്ളവർക്ക് ആരും എന്തും കൊടുക്കും. അതാണ് സുധാരണങ്ങളുടെ എല്ലാം ഉള്ളത്. എന്തായത് പവറുള്ളവർക്ക് എല്ലാം കിട്ടും. അവരെ മേടിച്ചിട്ടല്ലേ എല്ലാം കൊണ്ട് കൊടുക്കും. ഉദാഹരണം അങ്കിളിൻ്റെ കയ്യിൽ സോഡില്ല. വേണ്ടി ഒരു ഡ്രസ്സ് കിട്ടി. അനിയത്തിയെ തിരക്കി. ചേച്ചിയാണോ? ചേച്ചിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് ഭയങ്കര രസമാണ് കാണാൻ. വീഡിയോ കുറച്ച് സ്റ്റേബിൾ അല്ല, എന്താണെന്ന് വെച്ചാൽ ഗിംബിൾ എടുക്കാൻ പറ്റിയില്ല. ചെറുക്കന്മാർ ഡാൻസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. കൊച്ചു കള്ളന്മാർ അടിച്ചു പൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം. ഇപ്പോൾ പബ്ബൊക്കെയാണ്. രാജാക്കന്മാർക്ക് പ്രൈവറ്റ് പബ്ബും ഡാൻസും ഒക്കെ ആയിരുന്നു തോന്നുന്ന സംഭവം. കൊള്ളാം, സൂപ്പർ സ്ഥലം. അത് ഹാപ്പി അവേഴ്സ്. അടുത്ത ലക്ഷ്മി ഹോസ്പിറ്റാലിറ്റിയിൽ ഹാപ്പി അവേഴ്സ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ചെറിയ വിൻഡോസ് പോലെ ഉണ്ട്. മീനാമ്പൂന് ഫോട്ടോ എടുക്കണം. നമ്മൾ മക്കഞ്ഞ ലസ്സി കഴിച്ച് നമുക്ക് ഇതൊക്കെ വേണോ? വേണ്ട. ജോധ്പൂർ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ നിങ്ങൾ മക്കഞ്ഞ ലസ്സി നോക്കുക. ഇവിടെ 130 രൂപ വെക്കും. ഓക്കെ, ലസ്സി റിവ്യൂ. ജോധ്പൂർസ് ഓത്തന്റിക് സ്വീറ്റ് ലസ്സി. സ്വീറ്റ് ലസ്സി, പെയ്ഡ് ലസ്സി. നല്ലതാണോ? മക്കഞ്ഞ ലസ്സിയാണ് നല്ലത്. ഇന്നത്തെ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇത്തിരി ലിക്വിഡിയാണ്. കൃഷി വകുപ്പ് ഓഫീസർ, എങ്ങനെയുണ്ട് ജോധ്പൂർ ലസ്സി? ലസ്സി അടിപൊളി. അടിപൊളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വാക്കുകൾ നല്ല സ്വീറ്റാണ്. ഇതിൻ്റെ ഫ്ലേവറും നല്ലതാണ്. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും റിവ്യൂ? Unable to review. It is too cold, therefore I am not taking it. എന്നുള്ള വ്യൂ ഒന്ന് കാണാം സിറ്റിയുടെ. ബ്ലൂ സിറ്റിയാണിത്. ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട് കേട്ടോ. നടുക്കൊരു ഫൗണ്ടൻ കണ്ടോ അവിടെ കിടന്ന്? വലിയൊരു ഫൗണ്ടൻ. ഞങ്ങൾ ഉമേദ് ഖാൻ പാലസിൽ പോയി.
അച്ഛൻ്റെ കാശ് ഞങ്ങൾ തീർക്കും തീർക്കും. ലേഡീസ് ലേഡീസ് ബെഡ്റൂമാണ് കൂട്ടുകാരെ. എൻ്റെ ബെഡ്റൂമിൻ്റെ സൈസൊന്നും ഇല്ല. തരാം ബെഡ്റൂം രാജാവിന്. ഇവിടെ രാജാവ് ഉണ്ടല്ലോ. രാജാവ് തോഴനായിട്ട് പണി എടുക്കാൻ തോന്നുന്നു. മഹാരാജാവിൻ്റെ മുറിയുടെ ഫ്ലോർ വരെ പെയിൻറ്റഡ് ആണ്. അടിപൊളി. ഇനിയില്ല. മ്യൂസിക് മെഡിറ്റേഷൻ തെറാപ്പി. മ്യൂസിക് മെഡിറ്റേഷൻ തെറാപ്പി ഫ്രീ ഫോർ ഓൾ. ഓഡിയോ ഗൈഡ് ഫ്രീ ആണ്. അല്ല പണ്ടത്തെ സ്വിച്ചാണ്. ാണ് കുട്ടികൾക്കുള്ള എന്തൊരു തൊട്ടില്. അടിപൊളി പെയിൻറ്റിംഗ് ആണ്. ഈ പെയിൻറ്റ് പ്രത്യേകം എന്ന് വെച്ചാൽ ഈ ഫയർ അത്യാവശ്യം ഗ്ലോ ചെയ്ത് ഫുൾ പെയിൻറ്റിങ്ങിന് ഗ്ലോ ചെയ്യണ പോലെയുണ്ട്. അത്രയ്ക്ക് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വെളിയിലത്തുള്ളൊരു ആർട്ടിസ്റ്റാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ പെയിൻറ്റിങ് വന്നൊന്ന് ആസ്വദിക്കുക. ഇതാണ് മോത്തി മഹൽ. പണ്ട് രാജാക്കന്മാർ ഇങ്ങനെ മീറ്റിംഗ് കൂടിയിരുന്ന സ്ഥലമാണ്. ഇവിടെയും കൂടി കാണിക്കും. ഇവിടെ ലേഡീസ് വന്ന് അതിനകത്തോടെയായിരുന്നു അവർ ആ ജനലിനകത്ത്. ജനലല്ല, ഒരു വിൻഡോ, വരാന്ത. അപ്പുറത്ത് വരാന്ത, അപ്പുറത്ത് ഇങ്ങനെ കിളിവാതിൽ പോലെ. അപ്പോൾ അവർക്ക് മീറ്റിങ്ങിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് ഉണ്ടാക്കിയിരുന്നതാണ്. സൂപ്പർ. ഓക്കെ. ഇത് നല്ല വ്യൂ ആണ് അല്ലേ? എന്തുമാത്രം ട്രഡീഷണൽ ഷോപ്പൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ. ചൂത്തിയൊക്കെ മേടിക്കണമെങ്കിൽ, നല്ല ചെരുപ്പൊക്കെ മേടിക്കണമെങ്കിൽ മേറാങ്കർ ഫോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ എടുക്കാം. എണ്ണം കാണിച്ചോ? കുഷൻ കവർ, പീകോക്ക് കുഷൻ കവർ. അടുത്ത് ഓക്കെ. ഒരു കോഫി ഷോപ്പുണ്ട്, കഫേ മെഹ്റാൻ എന്ന് പറഞ്ഞ്. വന്ന് ഇവിടെ ദാൽ ബാട്ടിയോ കുറച്ച് റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കഴിക്കാം. ആൻഡ് വാഷ്റൂം ആണുങ്ങളുടെ, ഞാൻ കോയിൽ വെച്ച് ഏറ്റവും നല്ല വാഷ്റൂം ഇവിടെയാണ്. ലേഡീസിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല, നല്ലതാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് മീനാമ്പു? വൈദിസ് കൊലാവരി, കുട്ടനാടനൊക്കെ കേട്ടിട്ട് ആരും പാടണില്ല. അതെ, ഇതെന്താ ഇടി ബഹളമല്ലോ പിള്ളേരുടെ. ബ്ലൂ സിറ്റി. ഇതെങ്ങനെ ഇറങ്ങി എത്തും നമ്മൾ താഴെ, ഇറങ്ങി എത്തും താഴെ. വെയിൽ ഇത് ഇവിടെ നിന്ന് ഫ്ലാറ്റ് ഏരിയ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ക്യാനൻ വന്ന് തട്ടിയ സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് പണിതാണ് ഈ ഭിത്തി.
കട്ട ഒരു ബനാനയും കൂടി വന്നു. എല്ലാരും ബനാന ചിപ്സ് കഴിക്കുകയാണ്. ഇവിടുത്തെ സമോസയൊക്കെ കഴിക്കേണ്ടതിന് വരാം ഇങ്ങനെ ബനാന ചിപ്സ് ഒക്കെ കഴിച്ചാൽ എങ്ങനെയാ ശരിയാണ്? കൊട്ടാരത്തിന്റെ മോഡൽ. നമുക്ക് ഫോർട്ടിലോട്ട് വണ്ടി വഴിയും വരാം, പിന്നെ ഈ വഴി ഇങ്ങനെ നടന്നും പോവാം. ഈ വഴി നടന്നു പോകുമ്പോഴാണ് ഒരു ബ്ലൂ കോറിഡോർ വന്നത്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ എടുക്കാം. ജസ്വന്താടയിലാണ്. ഇത് താജ്മഹൽ ഓഫ് രാജസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു 1900s കംപ്ലീറ്റ് ആയത്. പിന്നെ ഇത് ഭാര്യ ഭർത്താവിന് വേണ്ടി പണിതാണ്. തിരിച്ചല്ല, അതെ, അതൊന്നും ആയിരിക്കും. അതെ, ടിക്കറ്റ് പണിതാ. അതെ, ഇതൊരു രാജാവിന് വേണ്ടി പണിതാ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഓ നോ, ഓക്കെ. മൊബൈൽ വെച്ചിട്ട് ഞാൻ വെച്ചിട്ട് വരാം. നമ്മൾ ഇവിടെ സെൽഫി സ്റ്റിക്ക് ഇവിടുത്തെ ഫോട്ടോയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്യാമറ ഇങ്ങനെ എടുക്കാം. അതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. സ്റ്റിക്ക് എടുത്താലും കഴിച്ച് പിടിച്ചാലും ഒക്കെ ഇപ്പോൾ സ്റ്റിക്ക് പിടിച്ചാൽ നമ്മുടെ അറ്റൻഷൻ പോയി നമ്മുടെ ഇവിടെയൊക്കെ തട്ടി വീഴുമായിരിക്കും. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രാക്ഷൻ ആവുന്ന ഓർത്തായിരിക്കും. ഇവിടെ കുറേ പേര് സെൽഫി സ്റ്റിക്കൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വീണ് കാണുമായിരിക്കും. അതേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചേട്ടന്മാർ പാട്ടൊക്കെ പാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചേട്ടന്മാർക്ക് കുറച്ച് നേരം പാട്ടൊക്കെ ആസ്വദിച്ചിട്ട് കുറച്ച് പൈസയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. രാജാക്കന്മാരൊക്കെ ഇവിടെയാണ് അടക്കണത്. ഇപ്പോഴത്തെ രാജകുടുംബത്തിൽ ആരെങ്കിലും ഇവിടെ മരിക്കുകയാണെങ്കിൽ ജസ്വന്താടയെ കൊണ്ടാണ് ഇവിടെ അടക്കണത്. അടക്കിയ സ്ഥലങ്ങളാണ് ഇതെന്ന് തോന്നുന്നു. ഓരോ രാജാക്കന്മാർക്കും ഓരോ ഖബർ പോലെ ഉണ്ട്. ഈ തോന്നണ ഹിന്ദു ഇതിൽ നമ്മൾ ക്രിമേറ്റാണല്ലോ ചെയ്യണത്. അപ്പം ബേൺ ചെയ്തിട്ട് ഇത് വെക്കുമായിരിക്കും ഇവിടെ. Okay, please. You all know what's the meaning of Thana? The memorial. And Jaswant was the king, right? So the Jaswant Singh Ji was cremated right over here. This is his place. Then on the side, one this side and one on the other side, where his wife's being cremated. കാണാനൊന്നുമില്ല, നമുക്ക് ചുറ്റും നടന്ന് കാണാമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിതൊന്ന് ചുറ്റി കാണാൻ പോവുകയാണ്. നമ്മുടെ ഫോർട്ട് ദേ കണ്ട അവിടെ നമ്മെ ഫോർട്ട് കാണാൻ പറ്റും. അവിടെ ലെഫ്റ്റ് സൈഡ് താഴത്തൊക്കെ നല്ല ഡിസൈനും നല്ല മാർബിളും. ആ, ഇത് മുഗൾ, ഏറ്റവും മേളിൽ ഹിന്ദു. ആ, പല പല ആർക്കിടെക്ട്സ് ഒരുമിച്ച് വർക്ക് ചെയ്തതാ. അതെ, ഏറ്റവും നല്ല തണുപ്പ് ഇവിടെ ഷെയ്ഡിൽ. തേനീച്ചയാണോ? അതെന്താ ഇവിടുന്ന് സിറ്റി വ്യൂ കണ്ട. പ്രെയർ ഹോളാണ്. ഉള്ളിൽ കയറാം. രാജാവിൻ്റെ ഇത് ഒരു പ്രെയർ ഹോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വരാം. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നല്ല ആർക്കിടെക്ചറും
ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. മുരിങ്ങയ്ക്കല്ലേ പൂകൊണ്ടാണ് അല്ലേ? ആ പൂകൊണ്ടാണോ? ഞാൻ വലിയ പ്രത്യേകതര ഒരു മരം. നമ്മൾ വിൻസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൻഡ് ബാറും ഉണ്ട്. ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം കുഞ്ഞാലാടാ. ഇതാണ് താലി. മഹാരാജാക്കളുടെ താലിയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. മഹാറാണികൾ മാത്രമല്ല എൻ്റെ കൂടെ, അല്ല മഹാരാജാവും ഉണ്ട്. കേട്ടോണം? ഓക്കെ, ഇതാണ് നമ്മുടെ താലി. നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ട്. റൊട്ടിയുണ്ട്, പപ്പടം, പിന്നെ എന്തൊക്കെയെന്ന് നോക്കണം. 3 ടൈപ്പാണോ? അല്ല, ഒരു ടൈപ്പ്. അതന്നെ നീ കഴിച്ചത്? കടിയാണോ കഴിച്ചത്? കടിയല്ല കഴിച്ചത്. മറ്റേ അമ്മ പറഞ്ഞ സാധനം മറ്റേ കടലമാവ് വെച്ചുണ്ടാക്കണം. അതാണ് കടി. കടിയാണോ? ആ, കടി ഇതാ വെച്ചു. നമ്മൾ അന്ന് പറഞ്ഞ സാധനമാണെന്ന് തോന്നുന്നത്. ഞാൻ അന്ന് പറഞ്ഞ ഒരു വെജ് ഡിഷില്ലേ, അതെനിക്ക് തോന്നി അതാണ്. അതിൻ്റെ പേരെന്നാ നമ്മൾ അന്ന് കഴിച്ചത്? ഖീർ സാങ്കരി. ആ, അമ്മ കഴിച്ച് പനീറായിരുന്നു. ഞാൻ കഴിച്ചത് കടിയായിരുന്നു. മതിയല്ലോ. ഒന്നുമല്ല. അമ്മ ഫുൾ വീഡിയോ എടുക്കാത്ത കാരണം ഞാൻ തന്നെ വീഡിയോ എടുത്ത്. ഇതാ പനീർ നല്ല 650 രൂപയാണ് ഇവിടുത്തെ താലി. നല്ല താലിയാണ്. 2 പേർക്ക് ഇത് കഴിക്കാട്ടോ ഒരു താലി. അപ്പം ഞാനിതിൻ്റെ ലൊക്കേഷനും ഇട്ടേക്കാം മറ്റേ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ. നമ്മൾ ഉമേദ് ഭവൻ പാലസിലോട്ട് പോവുകയാണ്. ഏറ്റവും അവസാനം പണിത പാലസാണ്. 15 വർഷം എടുത്തത് പണിയാൻ. നമുക്ക് കാണാം. ഇപ്പം തന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ അല്ല, ഇന്ത്യൻ സിറ്റിസൺ 60 രൂപ, ഫോറിനേഴ്സിന് 200. അങ്ങനെ പ്രത്യേകിച്ച് കൺസെഷനൊന്നുമില്ല. ഗൈഡ് എടുക്കുകയാണെങ്കിൽ ഗൈഡ് എടുക്കാതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ പറയണ എല്ലായിടത്തും വരുമ്പോൾ നിങ്ങൾ ഗൈഡ് എടുക്കുക. കുറച്ച് പൈസ മുടക്കിയാലും ഗൈഡ് എന്തായാലും എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. എന്തോ മേ huge museum with all the things that the kings used and everything is being shown here. മലയാളം ബ്ലോഗാന്ന് മറന്നുപോയി, ക്ഷമിക്കണം. ഇംഗ്ലീഷും മലയാളത്തിൽ പറയാം. രാജാവ് യൂസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഇത് കാണാൻ നല്ല രസമുണ്ട്. രാജാവിൻ്റെ ലൈഫ് സ്റ്റൈലും അവരുടെ കാര്യങ്ങളൊക്കെ കാണാൻ ഇതാലോ. എന്തായാലും ഇവിടെ വന്ന് ഉമേദ് ഭവൻ പാലസ് കാണുക. പിന്നെ താജാണ് ഒരു സെക്ഷനിൽ നടത്തുന്നത്. മറ്റേ സെക്ഷൻ രാജാവ് ഇപ്പോഴും താമസിക്കും, രാജാവ് ഫാമിലി. ബാക്കി ഇത് മ്യൂസിയമാണ്. അപ്പോൾ നിങ്ങൾക്ക് താജ് വന്ന് താമസിക്കാം, പൈസയൊക്കെ മുടക്കി. ഞാൻ ഓണം ബമ്പർ ഇതുവരെ എടുത്തിട്ടില്ല. ഇത് കേട്ടിച്ചിട്ട് ചിലപ്പോൾ വരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഗ്ലാസ് വെച്ചുള്ളൊരു അലമേര. ഇത് ഫുൾ മിറർ, ഇതെല്ലാം മിറർ വെച്ചല്ലേ? എല്ലാത്തിലും മിററുണ്ട്. കസേര വരെ ആണല്ലേ, നമ്മുടെ ആറന്മുള പോലെ. രാജാവിൻ്റെ റാണിയുടെ കല്യാണ ഫോട്ടോ പോലെയാണ്. നല്ല രസമുണ്ട് ഫോട്ടോസൊക്കെ. നല്ല പെയിൻറ്റിങ്സും. ഈ പെയിൻറ്റിങ്ങിൻ്റെ കണ്ണും ഫീറ്റ് നമ്മളെ പോയിൻ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇത് അപ്പുറത്ത് പോയാലും അതേപോലെയാകും. പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഷൂസ് നമ്മുടെ ഇങ്ങോട്ടായി. കണ്ണും കണ്ട്
ഇതാണോ നല്ല ഗോൾഡ് കളറാണ് മുകളിലൊക്കെ. നല്ല രസമാണ് ഈ മുറി കാണാൻ. ലൈറ്റും പാലസ് തന്നെ ഒരു രക്ഷയില്ല. എന്തൊരിത്. അപ്പോൾ ശരിക്കും രാജാവ് താമസിക്കുന്നിടം വേറെ ലെവലായിരിക്കും. നമ്മളൊക്കെ ഇതുപോലെ കണ്ടാൽ അടിപൊളിയായിരിക്കും. നല്ല രസമാണ്. And the last you can have a look at the vintage clocks. The clocks from the different part of the world. മോള് പീരങ്കിയൊക്കെ വെച്ച് അടിപൊളി. അതിൻ്റെ ആ ഡീറ്റെയിലിംഗ് കണ്ടോ, ക്യാനൺസും എല്ലാം ഒക്കെ വെച്ച് 2 ക്ലോക്ക്. താഴെ വരെ റോക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ. വാച്ച് ടവർ ക്ലോക്ക് 4 ഉണ്ട്. പെണ്ണുള്ള ക്ലോക്കാണ്, ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ലേഡി. അവിടെ ഡ്രസ്സ് വരെ ഒരു ഡീറ്റെയിലിംഗ് നോക്കി നല്ല. അതും ഒരു കർട്ടൻ ഇങ്ങനെ തുറന്ന് വന്ന പോലെയാണ്. ഇതെന്താ പ്ലെയിൻ്റെ ഷേപ്പിലുള്ള ക്ലോക്കാണ്, പക്ഷേ ക്ലോക്കിൻ്റെ സമയം അവിടെ കാണിക്കും അറിയില്ല. ഇനി നമുക്ക് ട്രെയിൻ ക്ലോക്ക്, പണ്ടത്തെ സ്റ്റീം എൻജിൻ ക്ലോക്ക്. ബാറ്റിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ ക്ലോക്കാന്ന് തോന്നുന്നില്ല, വെറുതെ വെച്ചിരിക്കണം. നൈസായിട്ടുള്ളൊരു എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ലോട്ടസ് ക്ലോക്ക്. ആസ്ട്രോളജി നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ആസ്ട്രോളജിയൊക്കെ നോക്കാം. ചേട്ടൻ നോക്കണുണ്ട്. കൊട്ടിയാടാണ്, നല്ല രസം കൊട്ടിയാട് കാണാൻ. ഈ വണ്ടിയിലൊക്കെയാണെന്ന് തോന്നുന്നത് ചെക്ക് ഇൻ ചെയ്യണവരെ കൊണ്ടുവന്നത്. ഇതാണ് താജ് ഹോട്ടൽ. എന്നാ മീനാമ്പു, അടുത്ത തവണ നമുക്ക് താജ് വന്ന് നിൽക്കാം. ഉമൈദ് ഭവൻ താജ് പാലസിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അടുത്ത വ്ളോഗിൽ. പോളി ഇങ്ങോട്ട് നോക്കാമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഉമൈദ് ഭവൻ പാലസിൻ്റെ എക്സ്പീരിയൻസ്? കൈ പിടിച്ചാൽ മതിയെ. വളരെ നന്നായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. പഴയ രാജാക്കന്മാരെ, ഇന്ദിരാഗാന്ധിയുടെ പഴയൊരു ഫോട്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇന്ദിരാഗാന്ധിയെ കാണാനായിട്ട് ജവഹർലാൽ നെഹ്റു ഇവിടുത്തെ മഹാരാജാവിൻ്റെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ കണ്ട്. സൂപ്പർ. ഇന്ദിരാഗാന്ധി എന്ത് സുന്ദരിയായിരുന്നല്ലേ കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഴയ കാലത്തെ ഫോട്ടോസും അവരുടെ ചരിത്രങ്ങളും ഒക്കെ അറിയാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഹോട്ടലിൽ കയറുന്നതിന് പെർ ഡേ 30,000 ആണ്. ഓഫ് സീസണിൽ ഞങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം കയറാനായിട്ട്. ഓക്കെ. ഇവിടെ ഒരു വിൻറ്റേജ് കാർസ് ഡിസ്പ്ലേ ഉണ്ട്. ഒന്ന് വെച്ചിരുന്നോ, അത് പുള്ളി കളക്ഷൻ. ഈ വിൻറ്റേജ് കാർ ചിലവർ കളക്ട് ചെയ്യുമല്ലോ. പണ്ടത്തെ റോൾസ് റോയ്സ്. അടിപൊളി പണ്ടത്തെ ബെൻസ്. ഇതൊരു ഫീലാണ് ഈ ബെൻസ് കാണാൻ. സൂപ്പർ വണ്ടി, പൊളി. എങ്ങനെയുണ്ട് വണ്ടികളൊക്കെ കണ്ടിട്ട്? വണ്ടികളെക്കുറിച്ച് എന്ത് പറയാനാ, നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലല്ലോ. വണ്ടികൾ അന്നത്തെ റോൾസ് റോയ്സ് അല്ലേ ഇത്? റോൾസ് റോയ്സ് ആണ് പണ്ടത്തെ റോൾസ് റോയ്സ്. അതെ. ഉമൈദ് ഭവൻ പാലസിൻ്റെ വ്യൂ നിന്നുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെൽഫി സ്റ്റിക്കും നമുക്ക് ഗിമ്പിളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കൈവച്ച് തന്നെ എല്ലാം എടുക്കണം. ഈ ബ്ലോഗ് അപ്പോൾ കുറച്ച് ഷെയ്ക്കി ആയിരിക്കും. എന്താ ആൻറ്റി? അത് സിറ്റി നമ്മൾ തന്നെ പോകേണ്ടി വരും. ഓട്ടോ ഇത് പിടിച്ച്. ഞാനത്. അപ്പോൾ നമ്മളൊരു കടയിൽ കയറി. ഈ ടൂറിസ്റ്റ് ഗൈഡ് നമ്മളിതിൽ നിർത്തി
ഇതുപോലത്തെ ഒരെണ്ണത്തിന് 1500. ഇവിടെ 3 എണ്ണത്തിനാണ് 1500. കണ്ടില്ലെങ്കിലും നിങ്ങൾ ആ വിട്ടോളാം അങ്കിൾ. ഓക്കെ ഓക്കെ ബൈ. അപ്പോൾ ഗൈഡുമാർ കൊണ്ടുപോകുന്ന കടയിൽ കയറൽ നിങ്ങൾ തന്നെ കടയിൽ കയറി ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളും മാർക്കറ്റൊക്കെ ഉണ്ട്. അത് ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അത് തന്നെ സരസ്വതി ചേച്ചിക്ക് വല്ലതും കണ്ടോ നല്ലത്? ആ ഇത് കൊള്ളാമല്ലോ, ചെറിയ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ നോക്കിയാ ഈ ഡ്രസ്സ് പല പല ടൈപ്പ് ഡ്രസ്സുകളും മാർക്കറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ചേട്ടന്മാർ വെറുതെ വിടില്ല, അത് വേറെ കാര്യം. ചേട്ടന്മാർ നമ്മളെ കയറ്റിച്ച എല്ലായിടത്തും ഇതിരിപ്പുണ്ട്. ആ പെൻ സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. ഗ്യാസ് കച്ചോടി. അമ്മ അങ്ങനെ ഗ്യാസ് കച്ചോരി മേടിച്ചിരിക്കുകയാണ്. 45 ആണോ? 100 കൊടുക്കും. ആ 50 കൊടുക്കും. 45 25. ഇതിനകത്ത് പ്യാസം എന്ന് പറയുമ്പോൾ ഓനിയൻ. ആ മസാല ഭാഗം വരെ അമ്മ എത്തിയില്ല. മസാല അങ്ങ് ഉള്ളില എത്തിയ. നല്ലതാണ് എത്തിയാലും ഇല്ലേലും. ആണോ? എത്തിയാലും ഇല്ലേലും നല്ലതാണ്. കൊറിയാൻഡറിന്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഫ്രഷ് കൊറിയാൻഡർ. നല്ല സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ്. ഇതുകൂടി തിന്നിട്ട് പറയാം. നല്ല സ്പെഷ്യൽ സാധനം. പീസ് തരുമോ? ഗ്യാസ് കച്ചോടി. അതെ, മല്ലിയുടെ ടേസ്റ്റ് അല്ലേ, കൊറിയാൻഡർ ടേസ്റ്റ് അല്ലേ. അല്ല, എന്തേലും ഒരു ഡിപ്പും കൂടി ഉണ്ടായിരുന്ന കുറച്ചുകൂടി അല്ലായിരുന്നു അല്ലേ? ചട്നി എന്തേലും അറിയില്ലായിരിക്കും. ഇവിടെ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും കഴിക്കണം. ആ ചട്നിയുടെ കൂടെ കഴിക്കാൻ കൂടുന്നല്ല. ഇവിടെ വരുമ്പം ഗ്യാസ് കച്ചോടി എന്തായാലും കഴിക്കണം. നാട്ടിലില്ലാത്തതല്ലേ. ആ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഇഡലിയും വടയും കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അതുമല്ല നല്ല ചൂടുണ്ടോ. നീ കഴിക്ക്. അവരും നമ്മളെപ്പോലെ ഏതാന്ന് ചോദിച്ചാൽ ഗ്യാസ്. ഞാനിതെൻ്റെ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ഗ്യാസാന്ന് പറഞ്ഞാലും പൊട്ടറ്റോ ഉണ്ടാവത്തു. ആ പൊട്ടറ്റോ ഉണ്ടല്ലേ? പൊട്ടറ്റോ ഉണ്ട്, ചെറിയൊരു പുളിരസമുണ്ട്. നല്ല ഡിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ത് ഡിപ്പാ? ഡിപ്പാണോ നോക്കട്ടെ. മാറ്റാണ് പുളിയാ. അതും കൂടി ചേർക്കണമായിരുന്നു. മറ്റേതും കൂടി കാണുമല്ലോ, മിന്റും കൂടി കാണുമല്ലോ. ഇങ്ങോട്ട് വരുമോ? ഞാനിവിടെ ബാക്കിലുണ്ടമ്മ. ആ ഇത് നോക്കി കഴിക്കുമ്പോൾ കുറച്ചുകൂടി സൂപ്പർ ആയിരിക്കും. നമുക്കിത് നമ്മുടെ ടാമറിൻ്റെ ടേസ്റ്റാണ്. ടാമറിൻ സോസാണ് എനിക്ക്. ടാമറിൻ്റെ ടേസ്റ്റാണ്. സ്വീറ്റും ഉണ്ട്, സ്വീറ്റുമാണ്, എന്നാ പുളിയുണ്ട് അല്ലേ? അതെ. അപ്പോൾ ടാമറിൻ സോസുമായിട്ട് കഴിക്കുക ഗ്യാസ് കച്ചോടി.
നല്ല ഹെവിയാ. സ്വീറ്റ് കോൺ. ഓട്ടക്കാരൻ പറഞ്ഞത് ഫേമസ് ആണ്. ഞാനിത് വേറെ ബ്ലോഗിലൊന്നും കണ്ടിട്ടില്ല. ഒരു സൂപ്പർ സാധനമാണ്. വേറെ കാണും പ്യാസ് കച്ചോറി ഫേമസ് സ്ഥലങ്ങൾ. ഇവിടുത്തെ സൂപ്പർ തന്നെയാണ്. നല്ല അടിപൊളി സ്വാദും അടിപൊളിയാണ്. റോഡ് വന്ന് ചാടി. അതെ, വെയിറ്റ് ചെയ്യും. പോട്ടെ, വണ്ടികളൊക്കെ പോട്ടെ. നമ്മൾ പല പല കടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല ഐറ്റംസ്. ഇത് കണ്ട, ഇതിലൊക്കെ നല്ല വർക്കുണ്ട്. നാട്ടിലൊന്നും ഇതൊന്നും കിട്ടില്ല അല്ലേ, ഇത്രയും വർക്കുള്ള. അത് ഈ കല്യാണത്തിനൊക്കെ സംഗീത ഫംഗ്ഷനൊക്കെ ലേഡീസും ആണുങ്ങളൊക്കെ മേടിക്കണമല്ലോ. ആ, സംശയ കുറേ വില വെച്ച് വിഷമാകണ്ട. വില ചോദിച്ചു വിഷമം. പക്ഷേ അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. അങ്ങനെ കാലിനൊന്നും പോറൽ പറ്റില്ല. നമ്മൾ കടകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇത് റേമണ്ടിന്റെ കടയാണ്. മകൻ പുറത്താക്കി. മകൻ സ്വത്തെല്ലാം എടുത്ത് പുറത്താക്കി. VRS സ്വത്തെല്ലാം എടുത്ത് പുറത്താക്കാൻ ടൈമായി. VRS മീനാമ്പൂനെ. ബ്രാൻഡഡ് കടകളുടെ ഇടയിൽ കൂടെ സാധാ കടകളും എല്ലാം ഉണ്ട്. എന്താ ഇത് പറ്റി? പാഞ്ഞു പോയോ? നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് പോകുമ്പം എല്ലാ ചേട്ടന്മാരും ഒക്കെ നോക്കണുണ്ട്. എന്താണ് ഇവന്ന്, അവരൊക്കെ നോക്കണുണ്ട്. ആ, സ്വാദ് കാ ഖജാന ഹോട്ടൽ, സ്വാദിൻ്റെ ട്രഷർ, അതാണ് സ്വാദ് കാ ഖസാന എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലസ്സിക്കട വരെ എത്തണ്ടേ? ഒരു മക്കന്യ ലസ്സി കുടിക്കും. പിന്നെ അല്ല, നൈസായിട്ട് നടന്ന് മീനാമ്പൂനെ നല്ല ഡിസൈൻ എന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു ഡിസൈൻ. കടകളിലൊക്കെ കയറി, പക്ഷെ അവിടെ അധികം ഡ്രസ്സൊന്നും ഇല്ല. ഗൈഡുമാർ കൊണ്ടുപോയ കടയിലൊക്കെ ഉള്ളായിരുന്നു അത്രയും നല്ല കളക്ഷൻ. പിന്നെ ആൻറ്റിയെ കണ്ടുമുട്ടി, ഒന്നും കിട്ടിയില്ല. വഴിന്ന് മാറിയെന്നോ അമ്മേ? അവര് കറങ്ങി. സീ റോഡ് വരെ വേണേ പോകാം. സീ റോഡ് എവിടെ അങ്കിൾ? ബാന്തിനി ഷോപ്പിൽ ഞങ്ങൾ വെറുതെ ഈവനിങ് ഷോപ്പിങ്ങിന് വന്നതാണ്. എടുക്കുന്നൊന്നുമില്ല, വെറുതെ വന്നതാണ്. ബാന്തിനി കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടോണ്ടിരിക്കുക. അതെ, മാത്രമേ ഉള്ളൂ. ഇല്ലാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെണ്ണം. ആ കളർ അങ്ങനെയുണ്ട്. അത് പക്ഷേ डिज़ाइनर पीस है पूरा। इसको भी कम से कम बनने में 7 डेज लगते हैं, एक पीस को बनने में। पूरा ओरिजिनल बांधने के साथ आएगा। 400 साल पुराना डिज़ाइन होता है ये, बहुत पुराना डिज़ाइन है, लेकिन है ट्रेडिशनल पूरा। നല്ല അമ്മക്കിടാൻ നേരത്തെ നല്ലതായിരിക്കും. പ്ലെയിൻ അല്ലേ? എനിക്ക് അതാ പക്ഷേ ഇഷ്ടപ്പെട്ടു. इसका दुपट्टा है, इसमें भी बांधनी डबल कलर का है। जो ये बांधने का कलर देख रहे हैं ना, इसको इंजेक्शन से कलर दिया जाता है। एक बूंद को इंजेक्शन से दिया जाता है। और इस तरीके से ये खुद അവരത് अच्छा पीस है ये भी। दुपट्टा आएगा ये, और ये टॉप है, ये इसका बॉटम है। बॉटम में भी बांधने का काम आएगा। ബാന്തിനി മയമാണ് ഇവിടെ എല്ലാവരും. ബാന്തിനി മയം. अच्छा पीस है ये। അവരിത് ഇങ്ങനെ കെട്ടിയത് അവരെ നമുക്കത് തുറന്നു തരും.
അതിങ്ങനെ പ്രത്യേക രീതിയിലാണ് അത് വലിക്കണത്. കീറിപ്പോയെന്ന് ഞാൻ ഓർത്തു, പക്ഷെ കീറിയിട്ടില്ല. सर एक थ्रेड दिखाओगे? हाँ जी, वीडियो के लिए एक थ्रेड दिखाओ. 15 days है ना? मेरे को तो ऊपर आलो बता अगर की टाइम हाथ ना आलो इधर ऊपर मतलब टाइम लाग बॉटम दे ഇങ്ങനെ ത്രെഡ് അവർ വലിച്ച് ഊരി തരും നമുക്ക്. लाइनिंग वॉश करके प्रेस മലയാളം കട്ടി അത് ഞാൻ എഡിറ്റ് ചെയ്തോളാം. ഇത് വാഷ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കാനായിട്ട്. ലൈനിങ് കോട്ടൺ ആയതുകൊണ്ട് വേണമെങ്കിൽ ലൈനിങ് ഇടാം. ലൈനിങ് ഇട്ടാൽ ഭംഗിയായിരിക്കും. ലൈനിങ് അത്ര നിർബന്ധം ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. पीने के लिए वो कप वगैरह वहाँ के रेस्ट होते हैं वो मैं से हाँ वो वाला वो अच्छा होता है वो यहाँ का स्पेशल होता है हाँ मटका वाला इसमें चाय भी बहुत टेस्ट है, बहुत बढ़िया लगती है. वो भी बहुत अच्छा है वहाँ पे भी. और ऐसे राजस्थान पूरा बहुत रंगीला राजस्थान है, बहुत अच्छा है. ഓക്കെ താങ്ക് യു. वेलकम मस्त हो. ठीक है भैया. പോകാല്ലേ. എൻ്റെ ഈശ ധോത്തി എല്ലാവരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈശ ലൈഫ്.in ആക്കിയാൽ